الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم بالعالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يعدكم الله إحدى الطائفتين أنها لكم أتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعل الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. صدق الله العظيم. ബഹുമാനിയായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പരിശുദ്ധ റമദാന്റെ പുണ്യകരമായ നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭൂതിയുടെ, പ്രതീക്ഷയുടെ, ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ ഏറ്റവും ഉത്തമമായ നിമിഷങ്ങളാണ്. അത് നമ്മൾ തന്നെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഭൂമിയിലൊന്നും സ്ഥായിയല്ലാത്തത് കൊണ്ട് എന്ത് നന്മ വന്നാലും മോശം വന്നാലും അത് തീർന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും ദുനിയാവിലും ആഖിറത്തിലും ആഹ്ലാദകരമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൽ പരം മറ്റൊരു സൗഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നൊരിക്കലും ഇതിനെ തിരിച്ചു പിടിച്ച് നമുക്ക് ഒരു മെച്ചം, ഒരു ഗുണം ആക്കിയെടുക്കാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും വളരെ കരുതലോടുകൂടി സത്യവിശ്വാസികൾ ഉപയോഗപ്പെടുത്തണമെന്നതാണ്. ലോക ചരിത്രം, പ്രത്യേകിച്ച് ആധുനിക ലോക ചരിത്രം മാറ്റി എഴുതിയ ഒരു ബൃഹത്തായ സംഭവമാണ് ബദർ യുദ്ധം. റമദാൻ 17 വെള്ളിയാഴ്ച ഏതാണ്ട് സുബഹി തൊട്ട് പിന്നിലാണ് ആ യുദ്ധം നടന്നത്. മണിക്കൂറുകൾ മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ.
ഏതാനും മണിക്കൂറുകൾ മാത്രം ഒരു പ്രത്യേക പ്രദേശത്ത് ഗോത്രവർഗക്കാർ വാളുകൊണ്ട് തങ്ങളിൽ ചെയ്ത ആ യുദ്ധത്തിന് ലോകത്ത് തന്നെ വമ്പിച്ച സ്വാധീനം ഉണ്ടായി എന്നതാണ് പിന്നീട് വരുന്ന ചരിത്രം. ആ യുദ്ധത്തിന്റെ തലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഹൃദയംഗമായൊരു പ്രാർത്ഥന നടത്തിയതായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തിലേക്ക് കൈയുയർത്തി തമ്പുരാനോട് പറയാണ്, നാഥ, നീ എന്നോട് ചെയ്ത വാഗ്ദാനം പാലിക്കണമേ, നിന്റെ സഹായം ചെയ്യണമേ. ഒടുവിലായി അദ്ദേഹം പറഞ്ഞു, ഈ ചെറിയ സംഘമെങ്ങാനും നാളെ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ആരാധിക്കാൻ ആളുണ്ടാവില്ല തമ്പുരാനെ. അല്ലാഹ് അറിയാത്തോണ്ടല്ല റസൂൽ അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് ആ സമൂഹം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രഥ നടത്താൻ സത്യവിശ്വാസികൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന അതീവ ഒരു ഉത്കണ്ഠ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിക്കുകയുണ്ടായി. അവിടെ വിജയിച്ച് പിന്നെ വഹദും ഖന്തഖും ഹുനൈനും മക്ക ഫതഹും കഴിഞ്ഞ് അറേബ്യയിൽ നിന്ന് അങ്ങ് മഗ്രിബിലേക്ക് വരെ, ആഫ്രിക്കയുടെ അറ്റത്ത് വരെ, യൂറോപ്പിൽ വരെ, ഇന്ന് ഇന്ത്യയിലൂടെ, ചൈനയിലൂടെ, അതുപോലെ ഓസ്ട്രേലിയയുടെ അറ്റം വരെ, ഇന്ന് ലോകത്തെ എല്ലാ ഭാഗത്തും ഈ സത്യസന്ദേശത്തിന്റെ വാഹകരുണ്ട്. സമ്പൂർണമായും അവർ സത്യവിശ്വാസികളാണ് എന്ന് ഉറപ്പിച്ചു പറയാനാവില്ലെങ്കിലും സത്യവിശ്വാസത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുണ്ട് എന്നുള്ളതാണ്. ഇതിന് യഥാർത്ഥത്തിൽ ലോകത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത ഒരു മഹാസംഭവം ബദർ. യൗമുൽ ഫുർഖാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്. യൗമുൽ തഖൽ ജംആനി, രണ്ട് കൂട്ടര്, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം. അത് സത്യാസത്യ വിവേചനത്തിന്റെ ഒരു ദിവസമായിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം റമദാൻ 17 ആ സംഭവം ഉണ്ടായത്. അതിന്റെ അനുസ്മരണം സത്യവിശ്വാസികളുടെ മസ്തിഷ്കങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. അക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവിധ രൂപത്തിൽ ബദറുമായി ബന്ധപ്പെട്ട സംഗതികളും അവലോകനം ചെയ്യുന്നുണ്ട്. അതൊരു യാദർച്ഛികമായ ഒരു സംഭവമല്ല. 100% അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് മനുഷ്യന് വേണ്ടി നടത്തിയ യുദ്ധം. ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതം എന്നത് ഒരു ജിഹാദാണ്, സത്യാസത്യങ്ങളുടെ ഒരു പോരാട്ടം, ധർമ്മയുദ്ധം എന്നൊക്കെ പറയും. സത്യവും അസത്യവും തമ്മിലുള്ള ധർമ്മയുദ്ധം. അത് ശരീര ദേഹേച്ഛയോട് മുതൽ പിശാചിന്റെ വലയിൽപ്പെട്ട് തോന്യാസം കാണിക്കുന്ന ശത്രുക്കളോട് വരെ യുദ്ധക്കളം വരെ നീണ്ടു നിൽക്കുന്ന നീണ്ട ഒരു പ്രക്രിയയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ധർമ്മയുദ്ധത്തെ പരാമർശിക്കാത്ത ഒരു വേദഗ്രന്ഥവും ലോകത്ത് കടന്നുവച്ചില്ല. ഓരോരുത്തരുടെ ദേഹത്തിന്റെ ഇച്ഛയുടെ താല്പര്യത്തോട് ഏറ്റുമുട്ടുന്നത് മുതൽ ശത്രുവിനെ പോർക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തുന്നത് വരെയുള്ള സംഗതികൾ പരാമർശിക്കാതെ വേദേതിഹാസങ്ങളോ ശ്രുതികളോ സ്മൃതികളോ തൗറാത്തോ ഇഞ്ചീലോ സബൂറോ ഖുർആനോ പരിശോധിച്ചാൽ നമുക്ക് ഇതില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. എവിടെയെങ്കിലും വ്യംഗ്യമായോ വ്യക്തമായോ ഒക്കെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ മനുഷ്യ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ് സത്യാസത്യ വിവേചനത്തിന്, സത്യവും അസത്യവും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടം. ഇത് വളരെ കൃത്യവും വ്യക്തവുമായി ആർക്കും സംശയം വേണ്ടാത്ത നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വമാ ഖലഖന അസ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. ആകാശഭൂമികളും അതിനിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ മൊത്തം പ്രപഞ്ചം നാം ഒരു കളിയായിട്ടല്ല, തമാശയായിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയല്ലോ, നമുക്കൊരു തമാശ വേണമെന്ന് തോന്നിയിരുന്നെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച് ഈ കോലത്തിലൊന്നും ആക്കി ജീവിതം നൽകേണ്ടതില്ല. അത് നമ്മുടെ വകയാഴ്ച
തന്നെ ഒരു തമാശ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അപ്പൊ ഒരു തമാശ ഉണ്ടാക്കണം, ഒരു വിനോദം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിലല്ല ആകാശഭൂമികളെയും മനുഷ്യ സൃഷ്ടിപ്പിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്. ബൽ നഖദിഫു ബിൽ ഹഖ്, സത്യത്തെ നാം എടുത്തെറിയും, അലൽ ബാത്തിൽ, അസത്യത്തിന്റെ മുകളിൽ. സത്യത്തെ നാം അസത്യത്തിന്റെ മുകളിലേക്ക്, അസത്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഫയദ്മഉ, അതതിന്റെ തല തകർത്ത് കളയും. സത്യം അസത്യത്തെ തകർത്ത് കളയും. അസത്യം എത്ര പ്രക്ഷോഭിതമാണെങ്കിലും, എത്ര ഹുങ്കാരം മുഴക്കിയാലും, എത്ര വർണ്ണപ്പൊലിമ കാണിച്ചാലും അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇന്നൽ ബാത്തില കാന സഹൂഖ, സത്യം വരുമ്പോ അസത്യം മാഞ്ഞു പോകാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫഇദാ ഹുവ സാഹിഖ്, അത് തീർച്ചയായിട്ടും അത് അസത്യം മാഞ്ഞു പോവുക തന്നെ ചെയ്യും. വലക്കുമുൽ വൈല മിമ്മാ തസിഫൂൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശാപവും. ഈ സത്യാസത്യ വിവേചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇതൊന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയങ്ങളുണ്ടല്ലോ, നിങ്ങളെ വായിക്കുന്നത് പോലെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുണ്ടാകുന്ന അങ്ങത്തരം പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾക്ക് നാശം എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ജീവിതം എന്നത് സത്യവും അസത്യവും തമ്മിലുള്ള നിരന്തരമായ ഒരു പോരാട്ടമാണ് എന്നുള്ള സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പോരാട്ടത്തിലെ സത്യത്തിന്റെ തേരാളികളും പോരാളികളുമാണ് വിശ്വാസികൾ. ആരോടാണ് പോരാടുന്നത്? പിശാചിന്റെയും അവന്റെ കൂടെ കൂടിയ ആളുകളുടെയും ദുരന്തങ്ങൾക്കെതിരെയാണ് പോരാടുന്നത്. പൈശാചിക ദൗർബോധനങ്ങൾക്കെതിരെയാണ് പോരാടുന്നത്. അത് സ്വന്തം ശരീരത്തിനോടായാലും അതല്ല ശത്രുവിനോടായാലും. അപ്പൊ ഈ പിശാചുണ്ടാക്കുന്ന ശല്യങ്ങൾക്ക്, അസത്യത്തിന്റെ പ്രചാരണത്തിനെതിരെ പോരാടുക എന്നത് സത്യവിശ്വാസത്തിന്റെ ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ നായകന്മാർ യഥാർത്ഥത്തില് പ്രവാചകന്മാരാണ് എന്നുള്ളതാണ്. ഈ പോരാട്ടത്തിന് എപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് പ്രവാചകന്മാർ. അവർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വലിയ പോരാട്ടം. അതുകൊണ്ട് ആ പ്രവാചകന്മാരോടൊത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും ജീവിതത്തിന്റെ വിജയത്തിനായി പോരാടിക്കൊള്ളുക. അതിന് നിങ്ങളെ തെരഞ്ഞെടുത്തത് നാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മുസ്ലിമിന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, മുഅ്മിനിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ സത്യത്തിന്റെ തേര് തെളിയിക്കാനുള്ള പോരാളിയായി നിന്നെ തെരഞ്ഞെടുത്തത് നാമാണ്. മുഹമ്മദ് നബിയുടെ അനുയായികളെ മാത്രമല്ല, അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെയും അനുയായികളുടെയും മുസ്ലിമിന്റെ പേര് വെച്ച് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് നിയോഗിച്ചയച്ചത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടേണ്ടതുപോലെ നിങ്ങൾ പോരാടണം. അവനാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഒരു വിഷമവും ഈ ദീനിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടില്ല. മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ അതേ ഋജുവായ മാർഗം തന്നെയാണ്. ഹുവ സമ്മാകുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന പേര് വിളിച്ചത്. മുഹമ്മദ് നബിയോ അനുയായികളോ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പമാരോ അല്ല നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് വിളിച്ചത്. ഹുവ സമ്മാകുൽ മുസ്ലിമീൻ, മുസ്ലിം എന്ന പേര് വിളിച്ചത് ഈ രാജതമ്പുരാനാണ്, ഉടയ തമ്പുരാനാണ്, സൃഷ്ടാവാണ്, സംരക്ഷകനാണ്, നാഥനാണ്. മിൻ ഖബ്ലു ഫീ ഹാദാ, ഇതിനു മുമ്പും ഈ വേദത്തിലും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട ഈ പരിശുദ്ധ ഖുർആനിലും അതിനു മുമ്പുള്ള എല്ലാ വേദത്തുകളിലും സത്യത്തിന്റെ തേരാളികൾക്ക്, സത്യത്തിന്റെ കർമ്മഭടന്മാർക്ക്, പോരാളികൾക്ക് മുസ്ലിം എന്ന പേര് വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നിട്ട് നിങ്ങൾ മുസ്ലിങ്ങളാണ്, ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ നായകൻ, നാഥനെന്ന് നിങ്ങളോട് പറയുകയും അതിന് സാക്ഷ്യം വഹിക്കാൻ ഒരു പ്രവാചകനെ, നിങ്ങൾ ആ പ്രവാചകനെന്ന് പഠിച്ചിട്ട് ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളും
അതുകൊണ്ട് വഖീമുസ്സലാത്ത്, നിങ്ങൾ കൃത്യമായി നമസ്കാരം നിലനിർത്തണം. സകാത്താണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് സകാത്ത് കൊടുക്കണം, ചെലവഴിക്കണം. വഅതസിമു ബില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുകയും വേണം. വളരെ ഗൗരവമുള്ള സംഗതികളാണ് പറഞ്ഞിരുന്നത്. സത്യവിശ്വാസത്തിന്റെ വീതിയിൽ ധർമ്മപടനായി നിലനിൽക്കണമെങ്കിൽ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും സകാത്ത് കൃത്യമായി കൊടുക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമയോടെ നിൽക്കുകയും ചെയ്യണം. വഅതസിമു ബിഹബ്ലില്ലാഹ് എന്ന് വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ വഅതസിമു ബില്ലാഹ് ഹുവ മൗലാകും വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അവനാണ് നിങ്ങളുടെ കൈകാര്യകർത്താവ്, അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ. എത്ര നല്ല സംരക്ഷകൻ, എത്ര നല്ല കൈകാര്യകർത്താവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് പ്രവാചകന്മാർ വഴി പഠിപ്പിച്ചു. ഓരോ പ്രവാചകന്റെ കാലഘട്ടത്തിലും അവർ പഠിച്ചു. എന്നിട്ട് അവരവരുടെ ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയാണ് അവർ മുസ്ലിങ്ങളായത്. പലപ്പോഴും ശത്രുക്കളോട് അവർ ഏറ്റുമുട്ടേണ്ടി വന്നു. മുൻഗാമികളായ ഒരുപാട് പ്രവാചകന്മാരുടെ ആ ചരിത്രം ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. മൂസാ നബിയും ഈസാ നബിയും അതുപോലെയുള്ള പ്രമുഖരായ എല്ലാ പ്രവാചകന്മാരും ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ട സന്ദർഭങ്ങളാണ്. ഏറ്റവും ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നമുക്ക് അറിയുന്ന കഥയാണ്. 10-13 കൊല്ലക്കാലം ഈ സത്യം ജനങ്ങളോട് പറഞ്ഞു. അന്ന് വാളെടുത്ത് ശത്രുവിന് നേരെ യുദ്ധം ചെയ്യാൻ അനുമതി നൽകിയിരുന്നില്ല. ശത്രു ഇഴച്ചു പാഞ്ഞു വരുമ്പോഴും ആത്മപ്രതിരോധം, അതിൽ സ്വന്തം വികാരങ്ങൾ അടക്കി നിർത്തിയിട്ട് ദേഹേച്ഛയ്ക്കെതിരായിട്ടുള്ള ജിഹാദ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ശത്രുവിനെ എതിരിടാൻ അന്ന് അനുമതി നൽകിയിരുന്നില്ല. മദീനയിൽ ചെന്നിട്ടും ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അനുമതി നൽകിയിരുന്നില്ല. മക്കയിൽ ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എല്ലാം സഹിച്ച് അതുവരെ ജീവിതത്തിൽ ഉണ്ടാക്കിയതെല്ലാം അവിടെ വിട്ടേച്ച് മദീനയിലേക്ക് പോയി അവിടെ അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോ അവിടെയും പോയി ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ശല്യം ഉണ്ടാക്കുന്ന ആളുകളെ നിരീക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരീക്ഷണ സംഘങ്ങളെ നിയമിക്കുമായിരുന്നു. പലപ്പോഴും 2, 3, 4 ആളുകൾ, 5, 6, 7 ആളുകളുള്ള പല നിരീക്ഷണ സംഘങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നിരീക്ഷണ സംഘം ഒരിക്കൽ ഖുറൈശികളുമായി കണ്ടുമുട്ടുകയും ഏറ്റുമുട്ടലുണ്ടാവുകയും 2 ഖുറൈശികളെ വധിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് നിരീക്ഷണ സംഘത്തിലെ 2 ആളുകളെ ഖുറൈശികൾ പിടിച്ചുകൊണ്ടുപോയ സംഭവം ഉണ്ടായി. ഇതൊരു യുദ്ധം നിരോധിച്ച മാസത്തിലായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹി ജയ്ഷിന്റെ നേതൃത്വത്തിലുള്ള ആ നിരീക്ഷണ സംഘം തിരിച്ചവിടെ ചെന്നപ്പോ ആ യുദ്ധവും റസൂൽ അംഗീകരിച്ചില്ല. അവിടെ നിന്ന് കൊണ്ടുവന്ന ഗനീമത്ത്, യുദ്ധ സമരാർജിത സമ്പത്ത് റസൂൽ സ്വീകരിച്ചില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടിട്ട് സംസാരിക്കുന്നു. ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിലെ രക്ഷിതാവ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിക്കണം. യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ യുദ്ധം ചെയ്യൽ മോശം തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഈ സത്യത്തെ തടയുകയും സത്യവിശ്വാസത്തെ എതിർക്കുകയും സത്യവിശ്വാസത്തെ അനുകൂലിച്ച ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ പാപമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷമാണ് ആ നടപടിക്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചത്. ആദ്യമേ ശത്രുവിനോട് വാളെടുത്ത് വെട്ടിക്കളയാനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല എന്നതാണ്. ഈ ധർമ്മയുദ്ധം എന്നുള്ളത് മനുഷ്യ സമൂഹത്തിലെ എല്ലാവരും, കുരുക്ഷേത്ര യുദ്ധങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ സോളമൻ രാജാവിന്റെ, ദാവൂദ് രാജാവിന്റെ, സോളമൻ രാജാവിന്റെ, താലൂത്തിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോ ധർമ്മയുദ്ധങ്ങൾ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു സംഗതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് ചില നിയമങ്ങളും സംഗതികളും ഒക്കെ ഉണ്ട്. സത്യവിശ്വാസ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ശത്രുവിന് ശരിയായ നിലയിൽ പാഠം നൽകിയില്ലെങ്കിൽ അവർ സ്വയം നശിക്കുന്നതോടൊപ്പം മനുഷ്യ സമൂഹത്തെ ഒന്നാകെ നശിപ്പിച്ചു കളയുന്നതാണ്. നമ്മൾ മനുഷ്യരെ കൊല്ലലുണ്ട്, കൊലപാതകമല്ല പറഞ്ഞത്. കൊലക്കുറ്റത്തിന് വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്. വധശിക്ഷ പാടില്ല എന്നൊക്കെ പ്രസ്താവനയും അള്ളാഹുവിനേക്കാൾ മനുഷ്യരോട് കാരുണ്യമുള്ള കുറെ മനുഷ്യന്മാര് ഈ ദുന്യാവിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് വധശിക്ഷയ്ക്കെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കുകയും സെമിനാർ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ
വധശിക്ഷ എന്നത് അനിവാര്യമായ സംഗതിയാണ്, ആവശ്യമായ സന്ദർഭത്തിൽ നടപ്പാക്കണം എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. കാരണം അവൻ അവനെ തന്നെ നശിപ്പിക്കുന്നു, അവൻ സമൂഹത്തെ നശിപ്പിക്കുന്നു. അവനെ തൽക്കാലം നശിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള അതിബൃഹത്തായ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുള്ള. ഒരാളിന് എന്തിനു വധശിക്ഷ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അവനൊരു കൊലപാതകം നടത്തിയതിന്റെ പേരിലോ അല്ലെങ്കിൽ അതിലില്ലാത്ത അതിക്രമം നടത്തിയതിന്റെ പേരിലോ ഒക്കെയാണ് വധശിക്ഷ നടത്തുന്നത്. ഒരു കൊലപാതകി വീണ്ടും കൊലപാതകങ്ങൾ ആവർത്തിക്കാം. അതുപോലെ തന്നെ അതിലില്ലാത്ത അക്രമം നടത്തുന്നവന് കയറൂരി വിട്ടാൽ ഭൂമിയിൽ അവൻ കുഴപ്പമുണ്ടാക്കാം. അത്തരം ആളുകളെ അതിന് അർഹിക്കുന്ന ശിക്ഷ എന്നുള്ള നിലയിൽ വധശിക്ഷ നമ്മൾ നടപ്പാക്കാറുണ്ട്. എന്തിന്? മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ ധർമ്മയുദ്ധവും അങ്ങനെ തന്നെയാണ്. വധശിക്ഷ നടപ്പാക്കണ്ട എന്ന് പറയുന്ന ആളുകള് കോടാനകോടി ഡോളർ ചെലവഴിച്ച് ബോംബുകളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ വാങ്ങിയ ആളുകളെ തലയിൽ കൊണ്ടിട്ട് കൊല്ലുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാത്തതാണ്. ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ജയിലിൽ വെച്ച് കൊല്ലുന്നത് വലിയ മഹാപാതകവും. പക്ഷെ 10,000 ലക്ഷക്കണക്കിന് ആളുകളെ ബോംബിട്ട് വെറുതെ കൊല്ലണം. അവന്റെ അടുത്ത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ജനതയെ മുഴുവനും കൊന്നടക്കിയ ക്രൂരന്മാരായ ഭരണാധികാരികള് ആധുനിക ലോകത്ത് കടന്നുപോയത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാക്രൂരന്മാരായ അത്തരം ഭരണാധികാരികള് യുദ്ധപ്രമുഖന്മാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ധർമ്മത്തിന്റെ നീതിയുടെ സംസ്ഥാപനത്തിനുള്ള അള്ളാഹുവിന്റെ നിയമ നടപടിക്രമങ്ങളെ വെല്ലുവിളിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ വിരോധാഭാസമായ ഒരു സംഗതിയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധനത്തിന്റെ 14 കൊല്ലവും ചില്ലറ മാസവും യുദ്ധാനുമതി നൽകിയിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷമാണ് 15 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് യുദ്ധാനുമതി നൽകുന്നത്. അതും ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ മാത്രം അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രതിരോധത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, പിന്നെ ഫിത്ന ഇല്ലാതാക്കാൻ വേണ്ടി എന്നൊക്കെ ഖുർആനിൽ അതിന് ഒരു ക്രമമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ യുദ്ധം ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കാവരുത്, സാമ്രാജ്യ വിസ്തൃതിക്ക് വേണ്ടിയാവരുത്, നമ്മുടെ നയങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാവരുത്. ഈ സത്യം സത്യമായി നിലനിർത്തുവാനും ജനങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള ഒരാളെയും പ്രബോധനത്തിന്, അതായത് ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ അല്ലാഹു തആല നിർബന്ധിക്കാറില്ല. പക്ഷേ ഈ ദീനുൽ ഇസ്ലാം എന്ന സന്ദേശത്തെ തടഞ്ഞു വെക്കാൻ ആരെയും അനുവദിക്കുകയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ആരോടും നിർബന്ധിച്ച് ഇത് അംഗീകരിക്കണമെന്നല്ല പറയുന്നില്ല. പക്ഷേ ഈ സത്യസന്ദേശം ആരുടെയും തടസ്സമില്ലാതെ ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണെന്നുള്ള. അപ്പൊ സാമ്രാജ്യ വിസ്തൃതിയൊന്നും ഒരിക്കലും യുദ്ധത്തിൽ ലക്ഷ്യമാവാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പഠിപ്പിക്കുകയാണ്. ഈ യുദ്ധരംഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും ഒരു ഖുത്ബയിലൂടെ പറയാൻ സാധ്യമല്ല. എങ്കിലും ചെറിയൊരു സൂചന മാത്രം. ബദർ യുദ്ധം നടക്കുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാരണം ഉണ്ടായത് നേരത്തെ പറഞ്ഞ ആ ചെറിയ സംഘത്തിന്റെ, നിരീക്ഷണ സംഘത്തിന്റെ സംഘടനയുമായി നേരിയ തോതിൽ അതിന് ബന്ധമുണ്ട്. അപ്പൊ മക്കയിൽ നിന്ന് കൂടുതൽ ശത്രുതാപരമായ സമീപനങ്ങൾ ഉണ്ടായപ്പോ അവരൊരു പാഠം പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു കാരവാൻ, അതായത് സാർത്ഥവാഹ സംഘം സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വിവരം റസൂലിന് കിട്ടിയപ്പോ പോകുന്ന വഴിയിൽ അവരെ ഒന്ന് വരട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സഹാബാക്കളോട് കൂടിയാലോചിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ റസൂലും അനുയായികളും അവിടെ എത്തിയപ്പോ ഈ കച്ചവട സംഘം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള വമ്പിച്ച മക്കയിലുള്ള കച്ചവട സംഘം, അത് സിറിയയിലെ ആ പാതയിലേക്ക് മദീന വിട്ട് കടന്നുപോയി എന്നതാണ്. അങ്ങനെ അവരൊക്കെ തിരിച്ച് മദീനയിലേക്ക് ചേക്കേറിയ അതാണ് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തുന്ന സംഘം. പിന്നെ ഉള്ളത് 2 മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അവരെ തടഞ്ഞു വെക്കുക. അതായത് മക്കയില് എവരെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാല് മക്കയുടെ ജീവിതത്തിന്റെ നട്ടല് പൊട്ടിപ്പോകും. അത്രയധികം ഒരു കൊല്ലത്തുള്ള മുഴുവൻ കച്ചവട സാമഗ്രികളും അവരുടെ സമ്പത്തിന്റെ എല്ലാം അതിനകത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരവരെ തടഞ്ഞു വെച്ചാൽ ഈ അക്രമങ്ങള് മക്കയിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ മർദ്ദിക്കുന്നു, മദീനയിലേക്ക് വരാൻ പോകുന്ന ആളുകളെ മർദ്ദിക്കുന്നു, മദീനയിലെ ജൂതന്മാരുമായി ചേർന്നിട്ട് മുസ്ലിങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നു. ഈ വക സംഗതികളൊക്കെ ഒന്ന് തടയുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ കച്ചവട സംഘത്തെ
തടയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചപ്പോൾ ഉണ്ടായിരുന്നത് എന്ന് ഒരുപാട് ചരിത്ര രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവർ പുറപ്പെടുന്നു. ഈ വിവരം അബൂ സുഫിയാന് കിട്ടുന്നു. അങ്ങനെ അന്ന് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അബൂ സുഫിയാൻ മക്കയിലേക്ക് ആളെ വിടുന്നു. നിങ്ങളുടെ കച്ചവട സംഘത്തെ തടയാൻ മുഹമ്മദ് ഒരു സൈന്യവുമായി വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറപ്പെട്ടുകൊള്ളുക. അബൂജഹലിന്റെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു സൈന്യം, ഏതാണ്ട് 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷിതരായ ഒരു സൈന്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു സംഘം ഇപ്പുറത്ത് നിന്ന് സിറിയയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നത് മദീനയുടെ ഈ ഓരത്തൂടെ വരുന്നു, മറ്റൊരു ശത്രു സംഘം അപ്പുറത്തൂടെ വരുന്നു. ഈ രണ്ട് സംഘവും വരുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ രണ്ടിലൊരു സംഘം നിങ്ങൾക്കുള്ളതാണ്, ഈ രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തരും എന്ന് പറഞ്ഞപ്പോ സത്യവിശ്വാസ മനസ്സുകളിലുണ്ടായ ഒരു പ്രത്യേകമായ ഒരു വികാരത്തെ എടുത്തു പറയുന്ന ഒരു രംഗമാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിലൂടെ വിശദമാക്കുന്നത്. അതായത് രണ്ട് സംഘത്തിൽ ഒന്ന് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് അധീനപ്പെടുന്നതാണ് എന്ന് നാം നിങ്ങളോട് വാഗ്ദാനം ചെയ്തപ്പോൾ നിങ്ങളിൽ കുറച്ചാളുകൾ വിചാരിച്ചത് അത്ര വലിയ പട്ടാള സംഘമൊന്നും അല്ലാത്ത കച്ചവട സംഘം, ആ സംഘം കീഴ്പ്പെടുത്തി കിട്ടട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യ മനസ്സെങ്ങനെയാണ്? അതായത് പണത്തോടുള്ള ആ കച്ചവട സംഘത്തിൽ 10, 20, 30 അംഗരക്ഷകർ മാത്രമേ ഉണ്ടായുള്ളൂ. അവരെ ഒരു 10, 50, 300, 200 ആളുകളുള്ള മുസ്ലിം സൈന്യത്തിന് എളുപ്പം കീഴ്പ്പെടുത്താനാവും. അപ്പൊ അവരെ കീഴ്പ്പെടുത്തിയിട്ട് ആ കച്ചവട സംഘത്തിന്റെ സാമഗ്രികളെല്ലാം എടുത്താൽ സുഭിക്ഷമായി മദീനയിൽ ജീവിക്കാമെന്ന ചിന്താഗതിയായിരുന്നു കുറച്ചാളുകൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റേ സംഘമാണെങ്കിൽ സർവായുധ വിഭൂഷിതരായ ആയിരക്കണക്കിന് ആളുകളായിരുന്നു. അപ്പൊ അവരെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റമോ തന്റെ ഇടമോ ഇല്ലാതെ കാണിക്കാതെ, മാനസികമായി കാണിക്കാതെ എവരെ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരുന്നു. ആരും പറഞ്ഞിട്ടില്ലേ? അല്ലാഹ് പറയുന്ന നമ്മളുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹ് പറയുന്നു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളുടെ മുരടൊടിച്ചു കളയാനാണ്. അവന്റെ അനുമതിയോടുകൂടി സത്യത്തെ അസത്യത്തിന് മേൽ എടുത്തുവിട്ട് എന്നിട്ട് അസത്യത്തെ തകർത്ത് കളയാനാണ്. സത്യനിഷേധികളുടെ മുരടൊടിച്ചു കളയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം അല്ലാഹുവാണ്. ജീവിതത്തിന്റെ പ്രൊവിഷനായാലും അതുപോലെ ജീവിതത്തിന്റെ മറ്റു സംഗതികളായാലും അതൊക്കെ തീരുമാനിക്കണം അല്ലാഹുവാണ് എന്ന ദൃഢമായ ബോധ്യത്തോടെ ആ സത്യം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങൾ, അതിനെതിരെ നിൽക്കുന്ന ആളുകളുടെ അവരെ തകർത്ത് കളയുക, അല്ലാതെ 3-4 ആളുകളുള്ള ആ കച്ചവട സംഘത്തെ ആക്രമിച്ചിട്ട് ആ സംഘത്തിന്റെ സാധന സാമഗ്രികൾ വാരിയെടുക്കുക എന്നുള്ള അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. എന്തിനാണ് അതായത് ബാത്തിലിനെ ബാത്തിലാക്കാൻ, അതായത് തിന്മയെ ബലശൂന്യമാക്കാനും സത്യത്തെ സത്യമായി പുനർജീവിപ്പിക്കാനും വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലൗ കരിഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്യുക എന്നതാണ് അല്ലാഹുവിന്റെ നയം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ സത്യത്തോടുള്ള ആ ആഭിമുഖ്യവും സത്യനിഷേധത്തോടുള്ള വെറുപ്പുമാണ്. അതിന്റെ ആൾക്കാരാണ് നേരിടേണ്ടത്. ഭൗതികമായി ഇവർ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ഈ സംഗതികളുണ്ടല്ലോ, അത് തൽക്കാലം അടിച്ചെടുക്കുക എന്നുള്ള അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. ആദ്യം തന്നെ കറക്റ്റാക്കി, അതായത് ജീവിതത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും തരുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ യാഥാർത്ഥ്യം നിഷേധിക്കുന്ന കുറെ ആളുകളാണ് ഈ കളിയിൽ മുഴുവൻ കളിക്കുന്നത്. അവരെ പോലെ നിങ്ങളും അതെല്ലാം പിടിച്ചെടുത്ത് ജീവിക്കാമെന്നല്ല വിചാരിക്കേണ്ടത്. ആ അസത്യവാദികളുടെ അസത്യത്തെ അസത്യമായി ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സത്യത്തെ സത്യമായി പുലർത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ജീവരക്തം കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൃത്യമായി പറയാണ്. അപ്പൊ അതിന് പിന്നെ സംഭവിച്ചതൊക്കെ കഥയാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ അന്നത് നേരിടുന്ന സന്ദർഭത്തിൽ രണ്ടിലേത് സംഘമാണ് കീഴ്പ്പെടാൻ പോകുന്നത് എന്ന് ബേജാറായി നടക്കുന്ന സത്യവിശ്വാസികളായ സഹാബാക്കളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുന്നു എന്ന്
ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് നമുക്കൊന്ന് നോക്കിക്കാണാൻ സാധിച്ചാല് വിഷമകരമാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ പിടികിട്ടും. മുന്നിൽ ധനവും, മറ്റിടത്ത് ശത്രുവും. ശത്രുവിനടുത്ത് പോയാൽ ജീവഹാനി ഉറപ്പാണ്. ധനത്തിനെ കാക്കുന്ന ആളുകൾ കുറവായതുകൊണ്ട് വലിയ സംഘത്തിന് പോയി ആക്രമിച്ചത് പിടിച്ചെടുക്കാം. ഒന്ന് ഭൗതികവും മറ്റൊന്ന് ആത്മീയവുമാണ്. ഇവിടെ എപ്പോഴും സംഘടന നടക്കുന്നത് ഭൗതികവും ആത്മീയവുമായിട്ടാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഭൗതികമായ സംഗതികൾ അത് മുന്നിൽ വരുമ്പോ ആത്മീയമായ സംഗതികളെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതികമായ സംഗതികൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്നവന് നാശം എന്ന ബദറിന്റെ മഹത്തായ സന്ദേശം അത് ആഴത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഭൗതിക ജീവിതത്തിന് വേണ്ടി കെട്ടിപ്പടുക്കുന്നതൊക്കെ നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്നതാണ്. അതേസമയം നിന്റെ ജീവൻ കൊടുത്തിട്ട് നീ ആത്മീയ ജീവിതത്തിന് കെട്ടിപ്പടുത്താൽ അതങ്ങനെ എല്ലാ കാലത്തും നിലനിൽക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലൂടെ നമുക്ക് കാണിച്ചിരുന്നു. ബദറിന് അങ്ങനെ ഒരു വീക്ഷണമുണ്ട്. ബദറിന്റെ രാഷ്ട്രീയം അതാണ്, ബദറിന്റെ സന്ദേശം അതാണ്. ബദറിന്റെ സ്മരണ പുതുക്കുമ്പോ മനുഷ്യർ സത്യവിശ്വാസികളുടെ സ്മരണയിലെത്തേണ്ട അതാണ്. നമ്മളെ നോമ്പ് നിസ്കാരം ഒക്കെ ഓരോന്നും നമ്മൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടായിട്ടാണ് യഥാർത്ഥത്തിൽ തീരുമാനിച്ച് കൃത്യമായി ചെയ്തു തീർക്കേണ്ടത്. നമ്മുടെ സകാത്തും നമ്മുടെ ഉംറയും നമ്മുടെ അതുപോലെയുള്ള ഏർപ്പാടുകളും വിവാദത്തുകളും ഒക്കെ നമ്മുടെ സംസാരവും നമ്മുടെ എല്ലാ ചലനങ്ങളും പരലോകത്തേക്ക് വേണ്ടിയുള്ള മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന്റെ ഉദാത്തമായ ഉന്നതമായ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ബദറിൽ കണ്ടത്. നമ്മളിവിടെ കുറച്ച് വികാരങ്ങളെ കടിച്ചമർത്തുമ്പോ അവിടെ ജീവരക്തം കൊടുത്തിട്ട് സ്വർഗം നേടിയ സഹാബാക്കൾ, മുന്നിലൂടെ നടന്ന സഹാബാക്കളുടെ ഒരു സമരത്തിന്റെ ചരിത്രമാണ് ബദറിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരുന്നത്. അത് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ആ ജിഹാദി സ്പിരിറ്റോടെ ജീവിതത്തെ ജീവിച്ചു തീർക്കാൻ, ചൈതന്യവത്തായി ജീവിച്ചു തീർക്കാൻ, ദുന്യാവും ആഖിറവും നന്മയുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ, അനുഭൂതിപൂർവകമുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കൊന്നും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് മാത്രമാണ് വസിയത്ത് ചെയ്യുക. ബദറിന്റെ കഥ പറയാനല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ബദറിന്റെ സ്മരണയിൽ അതിന്റെ ഒരു സന്ദേശം അത് നമുക്ക് സമകാലികത്തിൽ പ്രായോഗികമായ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. സംഘം ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞു സഹായിക്കാം. അതെടുത്ത് പറയുന്നത് ഇത് തസ്തഗീസുന, പ്രാർത്ഥിച്ചത് നബിയാണെങ്കിൽ എല്ലാവരെയും കുറിച്ചവരാണ്. നിങ്ങൾ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, യുദ്ധം ഏറ്റെടുക്കുക. അതായത് നിങ്ങൾ സഹായം നിങ്ങളുടെ രക്ഷിതാവിനോട്, നിങ്ങളുടെ സംരക്ഷകനോട്, ആ വാക്ക് നിങ്ങൾ കട്ടിയില്ലാതെ വെച്ചു, നിങ്ങളുടെ സംരക്ഷകനോട് സഹായം അഭ്യർത്ഥിച്ചു. സംരക്ഷകനോടല്ലേ സഹായം അഭ്യർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ സംരക്ഷകനോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നാം വാഗ്ദാനം ചെയ്തു, നിരനിരയായി 1000 മലക്കുകളെ അയച്ച് നാം നിങ്ങളെ സഹായിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവാനാണ്. നാമും നമ്മുടെ മലക്കുകളും നിങ്ങളോടൊപ്പമുണ്ട് വിശ്വാസികളെ എന്ന് ഒരു നല്ല സന്ദേശം പ്രവാചകനിലൂടെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അന്ന് രാത്രി മഴ പെയ്ച്ചു. അതുകൊണ്ട് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനത്തിലാക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം. സഹായം തീർച്ചയായിട്ടും അല്ലാഹുവിനാണ്. ഈ മലക്കുകളെ നാം അയക്കുമെന്ന് പറഞ്ഞത്
മലക്കളെന്ന് സ്വന്തം നിലയ്ക്ക് സഹായിച്ചുള്ളൂ എന്നുള്ള നിലയ്ക്കല്ല, നമ്മുടെ സഹായം എന്നുള്ള നിലയ്ക്ക് നാം മലക്കളിലൂടെ സഹായിക്കുന്നു. യഥാർത്ഥ സഹായം അല്ലാഹുവിൽ നിന്നാണ് വരുന്നത്. ഇത് യുഅശികും നുആസ് അമനതം മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അതേ സംഗതികളാണ്. പക്ഷേ ആകാശത്തുനിന്ന് മഴ പെയ്യും. മഴയിൽ ഒരുപാട് അനുഗ്രഹം. ഇപ്പോഴും നമുക്കറിയാം, ബദറിൽ പോയി കണ്ടാലേ അറിയാം. താഴ്വര കുറച്ചൊരു മേൽഭാഗത്താണ് റസൂൽ ആദ്യം അപ്പുറത്താ ടെന്റ് അടിച്ചിരുന്നത്. അപ്പോ ഹുബാബിൽ മുൻദിർ പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇത് അള്ള പറഞ്ഞതാണെങ്കിൽ അവിടെ പറഞ്ഞു, അതല്ല പ്രവാചകൻ സ്വന്തം തീരുമാനിച്ചാണെങ്കിൽ യുദ്ധതന്ത്രമനുസരിച്ച് ഇത് ശരിയല്ല. കാരണം ആകാശത്ത് മഴ പെയ്താൽ കുത്തിയൊലിച്ച് വെള്ളം വരുമ്പോൾ ചെളികൾ കൂടെ നിൽക്കാൻ പറ്റില്ല, കാലുറക്കില്ല, യുദ്ധം തകർന്നു പോകും. ഉടനെ റസൂൽ അത് അംഗീകരിച്ചു. റസൂൽ അപ്പുറത്തേക്ക് മാറി. രാത്രി പറഞ്ഞതുപോലെ ഹുബാബിൽ മുൻദിർ പറഞ്ഞതുപോലെ ആകാശത്ത് മഴ പെയ്തു, മുകളിലുള്ള ചളിയെല്ലാം കൂടെ ഒഴിച്ച് ഈ മുശ്രിക്കുകൾ നിൽക്കണത്ത് ചെളി കെട്ടി. ഈ മഴയും കൊണ്ട് പെയ്തപ്പോ അവർക്ക് കുളിരും, ഒരു പ്രത്യേകമായ പിന്നെ അവർക്കൊരു നിദ്രാമയക്കം, അവരൊന്ന് റീഎനർജൈസ് ചെയ്തു. അങ്ങനെ വളരെ ഉഷാറാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതെല്ലാം ചെയ്തത് നാം തന്നെയാണ്, നിങ്ങളുടെ പിശാചിന്റെ മാലിന്യം മാറ്റുക. എന്ന് പറഞ്ഞാൽ ഈ 300 ചില്ലാൻ ആളുകൾ, ഈ 1000 ചില്ലാൻ ആളുകളോട് എങ്ങനെ യുദ്ധം ചെയ്ത് ജീവിക്കും? പഠിച്ചു സംഗതി പുഷ്പമാണല്ലോ, പുലുമാലാണല്ലോ. അതായത് വെള്ളമില്ല, ഒന്നുമില്ല. അവര് ആദ്യം സ്ഥലം മാറിയപ്പോ ഒന്നുകൊടുക്കാൻ കൂടി വെള്ളമില്ലാതെ വിഷമിച്ച് കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി. അന്നേരം പല മനുഷ്യരുടെയും മനസ്സിൽ, വിശ്വാസികളായ ആളുകൾ തന്നെ അവരുടെ മനസ്സിൽ നമ്മുടെ ഒരു മഹാപ്രവാചകന്റെ കൂടെ വന്നു. അവിടെ നമുക്ക് താഴ്ഭാഗത്ത് കിണറുണ്ട്, അവരെ അവിടെ പിടിച്ചു ചെന്നു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും. നമുക്ക് രുചിച്ച് വെള്ളം കുടിക്കാനില്ല, ഒന്നുകൊടുത്തിട്ട് അള്ളാഹുവിനെ നിസ്കരിക്കാനുള്ള വെള്ളമില്ല. എന്താ ചെയ്യുക എന്നറിയില്ല. എങ്ങനെ വേജാറായ കുറച്ച് മണിക്കൂറുകൾ അതിനിടയിൽ കടന്നുവച്ചു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ പെയ്ച്ചു. അവർ പാത്രങ്ങളിലും തോലുകളിലും അതിലും ഇതിലും ചെറിയ ചിറ കെട്ടിയൊക്കെ ഇഷ്ടംപോലെ വെള്ളം ശേഖരിച്ച ഒരു സംഭവം. ഇതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കാരണം ആവശ്യം കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ തരുന്നവനാണ് സംരക്ഷകൻ എന്ന് അവിടെ ഫീൽഡിൽ നിർത്തി പഠിപ്പിക്കുക. ഇത് നമ്മളെയാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന സഹാബാക്കളെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ആവശ്യം വരുമ്പോ ഞാൻ നിന്നെ നയിച്ചു കൊണ്ടുപോകും. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നപ്പോൾ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. റസൂലിനോടുള്ള വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു, എന്നിട്ട് അവിടെ നിർത്തി, എന്നിട്ട് മഴ പെയ്യിക്കുന്നു. അതുപോലെ ഓരോ സംഗതികളും അവസാനം യുദ്ധം, ഓരോരുത്തരും യുദ്ധം ഏറ്റെടുത്തു നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹംസ വരുന്നു, ഉമർ വരുന്നു, അലി വരുന്നു, ഉത്ബയും വലീദിനെയൊക്കെ നേരിടുന്നു. നിമിഷങ്ങൾക്കകം മരിച്ചു പോകുന്നു. പിന്നെ ചെറിയ ചെറുപ്പക്കാർ വരുന്നു, അവർ യുദ്ധം ചെയ്യുന്നു. 14 പേര് ഷഹീദായി, മറ്റവർ 70 ആള് കൊല്ലപ്പെട്ടു, 70 ആള് പിടിക്കപ്പെട്ടു. അവസാനം ഗജേന്ദ്രനില്ലാതെ പാഞ്ഞോടുന്ന മഹാരംഗങ്ങൾ ഉണ്ടാകുന്നു. ഏതാണ്ട് 1000-ഓളം ആളുകൾ, വളരെ ശക്തരായ പടയാളികൾ, കുതിരപ്പടയാളികൾ, അതുപോലെ തന്നെ ഒട്ടകം അങ്ങക്ക് വന്നിട്ട് ഈ ആകെ ചില്ലറ ഒട്ടകങ്ങളും, അതുപോലെ തന്നെ ഒരേ ഒരാൾ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തില് ഒരു ഭടനായിട്ടുണ്ടായിരുന്നുള്ളൂ, ഹുബാബ് ബിൻ മുൻദിർ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ സാധാരണ നിലയിലുള്ള യുദ്ധനൃത്തമൊന്നും അറിയാത്ത സാധാരണ മനുഷ്യന്മാര്. എന്നിട്ട് ഈ സംഘം ലോകത്തിലെ യുദ്ധ ചരിത്രത്തിലെ ഏത് അവലോകനത്തിലും ഇത്ര ഒരു ചെറിയ സംഘം ആയുധമൊന്നുമില്ലാതെ മറ്റവരെ പരാജയപ്പെടുത്തി പറഞ്ഞേക്കാൻ സാധ്യമാവില്ല. ഇവിടെ പ്രത്യേകമായ സഹായം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി പറഞ്ഞത്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. നീ കൊന്നപ്പോൾ നീയല്ല കൊന്നത്, വലാകിന്നല്ലാഹ ഖതലഹും, അല്ലാഹുവാണ് അവരെ കൊന്നത്. വമാ റമൈത ഇദ റമൈത വലാകിന്നല്ലാഹ റമ. നീ എറിഞ്ഞപ്പോൾ നീയല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. വലിയുബ്ലിയ അൽ മുഅ്മിനീന ബലാഅൻ ഹസന. ഇവിടെ സത്യവിശ്വാസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നയിച്ച ഒരു യുദ്ധമായിരുന്നു അത്. അതാണ് ബദറിന്റെ ഒരു പ്രാമുഖ്യം. അതാണ് ബദർ. ശരിക്കും അവിടെ പ്രവാചകൻ, അതുപോലെ തന്നെ സത്യവിശ്വാസികള് സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യത്തിന്റെ എതിരാളികൾക്ക് മുമ്പ് നിന്നുകൊടുക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചെയ്തത്. ഇത് നമുക്കെന്താ പാഠം?
ജീവിതത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും ആവശ്യമായ രംഗത്ത് കൊണ്ടു നിർത്തുകയും ആവശ്യമായ ഇൽഹാം നൽകുകയും മറ്റു പ്രൊഫഷൻ നൽകുകയും എന്നിട്ട് അവന് ധീരനായ ധർമ്മയോദ്ധാവാക്കി വളർത്തുകയും എന്നിട്ട് അവന് ഷഹാദത്ത് നൽകുകയും അവന് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ തലത്തിലേക്ക് എത്താൻ സാധിക്കുന്ന വിശ്വാസി അതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുകയും അതിന്റെ മധുരം ആസ്വദിക്കുകയും ചെയ്യും. അല്ലാതെ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നത് വരെ ഈ തടിയും താനും നടക്കും എന്നുള്ളതാണ്. ഇതാണ് വ്യത്യാസം. അതായത് ഓരോരുത്തരും അല്പം പൈസ കിട്ടിയാൽ, അല്പം ആരോഗ്യം ലഭിച്ചാൽ, ലേശം സൗന്ദര്യം ലഭിച്ചാൽ നമ്മുടെ ഞാനേ തിരക്കടില്ലത് എന്റേതാണ് എന്ന മഹത്വവും പറഞ്ഞ് അങ്ങനെ നടക്കാം. വേണമെങ്കിൽ അങ്ങനെ നടന്നശിക്കാം. അതല്ല, ഇതൊക്കെ തമ്പുരാൻ തന്നതാണ്, അവന്റെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ വേണ്ടി, എന്നെ ധർമ്മപടനാക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി എനിക്ക് തന്നത് എന്റെ രക്ഷിതാവാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവന് സബ്മിറ്റ് ചെയ്ത് അവന് സമർപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ വിശ്വാസിയായിട്ട്, അതാണ് യഥാർത്ഥ വിശ്വാസി. മറ്റത് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും എന്നിട്ട് ആ വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്നതാണ് സ്വങ്ങച്ചം കാണിക്കുന്നവനും അഹങ്കാരം നടിക്കുന്നവനും തനിക്ക് താൻ പോകുന്നവനാണ് എന്ന് വിചാരിച്ച് നടക്കുന്നവനും. വിജ്ഞാനത്തിന്റെ പേരിലോ പാണ്ഡിത്യത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ ഈ ദുനിയാവിൽ അഹങ്കരിക്കുന്ന എല്ലാ ഓരോരുത്തരും സത്യനിഷേധത്തിന്റെ കൂട്ടാളികളായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്, അല്പമോ മുഴുവനുമായിട്ട്. അതല്ല, ഇതെല്ലാം രാജതമ്പുരാൻ തന്നതാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കൂടെ നടന്ന സഹാബാക്കളുണ്ടല്ലോ, അവരവിടെ അണിനിരന്നു ജീവരക്തം കൊടുക്കാൻ തയ്യാറായി നിന്നപ്പോ അവരുടെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ട് അവർക്ക് സ്വർഗം കൊടുത്തു. അവരെ സ്വർഗത്തിലേക്ക് നടത്തി നീക്കിയിട്ട് നമ്മളോട് പറയുന്നു, അതെ, അവരെ പിന്തുടർന്നുകൊള്ളുക. അങ്ങനെ പിന്തുടരാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. ആ ചൈതന്യത്തോടു കൂടി നോമ്പ് പിടിക്കാനും ആ ചൈതന്യത്തോട് നമസ്കരിക്കാനും ആ ചൈതന്യത്തോടു കൂടി നിലകൊള്ളാൻ കഴിയുമ്പോഴാണ് സത്യവിശ്വാസത്തിന്റെ ആത്മാവ് കണ്ടെത്തുകയും അനുഭൂതി ആസ്വദിക്കുകയും ചെയ്യാൻ വിശ്വാസിക്ക് സാധിക്കുക. അങ്ങനെയുള്ള ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك أبو بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. അരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും സർപ്പാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാരുടെ സാധികൾ, മറ്റ് വേണ്ടപ്പെട്ട ആളുകൾ, വേണ്ടസ് എത്തിച്ച ആളുകൾ, മുൻകാല സത്യവിശ്വാസികൾ, എല്ലാ ആളുകൾക്കും എല്ലാ പാപങ്ങളും നീ പറഞ്ഞു മാപ്പാക്കി. ഞങ്ങളിൽ മുന്നേ മുന്നിലെത്തിയ ആൾക്കാരുടെ ഖബറുകളുടെ സ്വർഗ പൊങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ സമ്പത്തുകളിലും സന്താനങ്ങളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആഗ്രഹങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചോനെ, അല്ലാഹുവിന്റെ ദിനരാജ്യങ്ങളിൽ ഏറ്റവും ഉത്തമകരമായ പുണ്യ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അത് ഏറ്റവും ഉന്നതമായ നിലയിൽ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സത്യവിശ്വാസത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ ആസ്വാദനം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അന്തസ്സോടെ ജീവിക്കാനും അന്തസ്സോടെ നിലയിലേക്ക് പിരിഞ്ഞു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈ സത്യസന്ദേശത്തിന്റെ മഹത്വം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും സമാധാനം എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ചു തരണേ തമ്പുരാനെ. നാഥ, റമളാനിന്റെ വെള്ളിയാഴ്ച ഈ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന നീ സാക്ഷിയാണ്, ചോദിക്കാൻ നീ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ ചോദിക്കുന്നു, തട്ടാതെ ഉത്തരം തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. വൈശാചിക ദൗർബോധനം ഞങ്ങളെ നീ അകറ്റി നിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശരിയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു കുടുംബത്തിലെ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നീ നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാഥ, എപ്പോഴും നിന്നോട് അടുത്ത് നിൽക്കാൻ തൗഫീഖ് തരണേ തമ്പുരാനെ. നാഥ, ഉൾക്കൊണ്ടുകൊണ്ട്
ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും തരണേ തമ്പുരാനെ. നാഥ, പ്രാർത്ഥന തട്ടല്ല നാഥ, ഇത് സ്വീകരിച്ചു തരണേ തമ്പുരാനെ. നീ തട്ടിക്കളഞ്ഞാൽ മറ്റൊരില്ല എന്റെ മുന്നിൽ ഞങ്ങൾക്ക് പോയി പറയാനില്ല തമ്പുരാനെ. നീ സാക്ഷിയായിട്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിന്നിൽ ഏൽപ്പിക്കുന്നു നാഥ, ഇത് സ്വീകരിച്ചു തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.